ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടല തലേദിവസമേ കുതിർക്കാനിടണം. അത് ഒരു കുറച്ച് ടൈം അത് വെള്ളത്തിൽ കിടന്നാൽ നല്ലവണ്ണം കുതിർന്ന് വരണം, അല്ലെങ്കിൽ കടല വേഗത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇത്. നമ്മൾ തലേദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണിത്. ഇത് നമ്മൾ കഴുകി വാരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടുപ്പി വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് അടുപ്പി വെക്കുക. ഒരു തിള വന്നതിന് ശേഷം അതിനകത്ത് 2-3 സവാള, ഒരു പച്ചമുളകും വഴറ്റി അതിൽ സവാള ഒരു ചുവപ്പ് കളറാവുന്നിടം വരെ വഴറ്റുക. എന്നിട്ട് വഴണ്ട് കഴിയുമ്പോൾ അത് ഈ കടലക്കറിയുടെ കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കുന്നത് നല്ലതാണ്. കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇതിന് ആവശ്യം വേണ്ട മസാലക്കൂട്ടുകൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. പിന്നെ ഇച്ചിരി പെരുംജീരക മസാല ഇതിനകത്ത് അരകല്ലെ വെച്ച് ഒന്ന് ഇടിച്ചിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും വേണേൽ ആവശ്യക്കാർക്ക് ചേർക്കാം. അപ്പോൾ അത്രയും തിളച്ച് കഴിയുമ്പോൾ ഇത് ചേർക്കുക. പിന്നെ അതിന് കടുക് തളിക്കാൻ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം അരിഞ്ഞ്, കറിവേപ്പില, കടുക്, ആവശ്യത്തിന് കടുക്, ഇത്രയും ഇതെല്ലാം ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് വറുത്ത് താളിക്കുക. കുറച്ച് സമയം അത് തിളച്ച് കഴിഞ്ഞിട്ട്, ഇതെല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് അതിന് കറിക്ക് കൊഴുപ്പില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് മിക്സിക്കകത്ത് അരച്ച്, സ്വല്പം മതി, കുറച്ച്, എല്ലാം കൂടെ എടുക്കരുത്, കുറച്ച് നമുക്ക് ഇടിച്ച് അതിനകത്ത് തന്നെ എന്തെങ്കിലും വെച്ച് ഇടിച്ച് അതിനകത്ത് പരുവാക്കി എടുക്കാം. മിക്സിക്കകത്ത് അരച്ച് കുറച്ച് അതിനകത്ത് ചേർക്കുക. അപ്പോൾ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അഥവാ കൊഴുപ്പ് വേണ്ടാത്തവർക്ക് അത് അരച്ച് ചേർക്കേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കടലക്കറിയുടെ. അപ്പോൾ സൂപ്പർ അടിപൊളി ടേസ്റ്റി കടലക്കറി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.